ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. മേളിലേക്ക് കയറി വന്നിട്ടല്ലേ. പൊരിച്ച് പൊരിച്ച് കുഞ്ഞു മീമിനെ കിട്ടി. എൻ്റെ മോന് കുഞ്ഞു മീമിനെ കിട്ടി. കാണിച്ചാട്ട് കച്ചി കാണിച്ചാട്ട്. കൈ തുറക്ക്. നമുക്ക് കൂട്ടാൻ വെച്ചിട്ട് കൊറേ കൂട്ടാൻ വെക്കാം. എന്നിട്ട് കൊറേ നമുക്ക് വറക്കാം കേട്ടാ. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊറേ നാളായി നമ്മള് വീഡിയോ പിടിക്കാതിരുന്നിട്ട്. എനിക്ക് തോന്നുന്നൊരു ഒന്നര മാസത്തോളമൊക്കെ ആയി വീഡിയോ പിടിക്കാതായിട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് മടിയൊക്കെ ഉണ്ട് നമുക്ക് പിടിക്കാനായിട്ട്. മുമ്പ് നല്ലൊരു രീതിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും നമ്മള് വീഡിയോ ഇട്ട് പോയിരുന്നാണ്. ഒരു ദിവസം തന്നെ അത്യാവശ്യം നമുക്ക് പറ്റണ രീതിയിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് ഒന്നാമത് ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ 3 മാസമായി. അപ്പൊ വൊമിറ്റിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട്. ചില സമയത്ത് നമ്മൾ വീഡിയോ പിടിക്കാനായിട്ടൊക്കെ ഇരിക്കാറൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നാളെ പിടിക്കുക. പിന്നെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നാളെ നീളെന്ന് പറഞ്ഞ പോലെ ഒരു ആരതിയുടെ വിഷയങ്ങൾ മാത്രല്ല, വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പുതിയ സ്ഥാപനം തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഓട്ടങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീണ്ടും തുടങ്ങാണ്. വീണ്ടും ഞങ്ങള് പൂർവാധികം ശക്തി പ്രാപിച്ച് വീണ്ടും തുടങ്ങും. എല്ലാ ദിവസവും മാക്സിമം വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ വീഡിയോ നിങ്ങൾ നിർത്തല്ലേ, കണ്ടിന്യൂ ചെയ്ത് അതെന്തായാലും നല്ല രീതിയിൽ സക്സസ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മളത് ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ സംഭവം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, നമ്മുടെ പാടമാണ്. നമ്മുടെ ഗ്രാമത്തില് എനിക്കൊന്ന് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പൊ മാക്സിമം സമയങ്ങളിൽ നമ്മൾ വരാറുണ്ട് കേട്ടോ. എനിക്കൊന്ന് ശിവന് ജനിച്ചതിന് ശേഷം അങ്ങനെ അധികം വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവൾക്ക് ഓടി ചാടലാണല്ലോ. അപ്പോ അതിന്റെ ഒരു പേടിയെ കാരണമാണ് വരാതെ. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് നമ്മൾ പറഞ്ഞ അനുസരിക്കണ ഒരു ടൈമൊക്കെ ആയി. ചീത്തയൊക്കെ പറഞ്ഞാൽ നിന്നോളൂ. അപ്പൊ ഞങ്ങള് വൈകിട്ടായി ഇറങ്ങിയത്, ഒരു 4:30 ഇറങ്ങിയത്. ഇവിടെ വന്നിരിക്കുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷം, പോസിറ്റീവ് എനർജിയാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ അപ്പുറത്ത് ഇപ്പൊ വിവിഞ്ചേട്ടന്റെ പരിചയത്തിൽ ഒരു ചേട്ടൻ മീൻ പിടിക്കണ്ടായിരുന്നു. ആളപ്പോ വഞ്ചിയിലാണ് മീൻ പിടിച്ചോണ്ടിരുന്നത്. ആളെ വഞ്ചിയിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പോയത്. മീനുണ്ട്, നിറച്ചു മീനുണ്ട് ഇവിടെ ഈ തോട്ടിൽ. ഫ്രണ്ടിൽ തന്നെ വെള്ളം നിറയെ മീനുണ്ട്. ശിവനിക്ക് എന്തെങ്കിലും പറയണ്ട? പറയ്. പടത്തല്ല, പാടത്ത് വന്നതാണ്. എന്തൊക്കെ കണ്ടു പാടത്ത്? പറഞ്ഞു കൊടുത്തേ. മീൻ കണ്ടു, പിന്നെ കൊക്കിനെ കണ്ടു, പിന്നെ നിനക്ക് കണ്ടു. എന്തൊക്കെ കണ്ടു? ആരെങ്കിലും അവിടെ എന്തെങ്കിലും വഞ്ചിയിലെങ്കിലും മീൻ പിടിക്കാനുണ്ടോ? എല്ലാത്തിനും കണ്ടു. പിന്നെ പാടത്ത് ഞാറ് നട്ടേക്കണത് കണ്ട? ഞാറ് നട്ടേക്കുന്നത് കണ്ടു. അതെന്തിനാ ഞാറ് നട്ടേക്കണത്? പുതിയ തലമുറയ്ക്കൊന്നും ഒരു ഉണ്ട അറിയില്ല. എന്തിനാ പാടത്ത് ഞാറിട്ടേക്കണത്? അറിയില്ലല്ലോ. വെരി ഗുഡ്. അരി മേടിക്കാനല്ല, അത് നമ്മള് അതിൽ നിന്ന് നമുക്ക് അരി കിട്ടും. ചോറുമാമ തിന്നാം. അച്ഛനൊക്കെ മുമ്പ് തന്നെ അവിടുന്ന് ഒരുപാട് കിളികൾ പറന്നു പോവുകയാണ്. ഞാനൊക്കെ ചെറുപ്പത്തില് പാടത്ത് തന്നെയായിരുന്നു. സ്കൂൾ വിട്ട് വന്ന ബാഗ് ഇട്ട് ഓടും പാടത്തേക്ക്. അമ്മ കൊയ്യാൻ പോവും. അപ്പൊ പാടില്ല എറണാകുളത്ത് അങ്ങനെ പാടില്ലാണ്ടല്ല, ഉള്ള ഏരിയകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആ ഏരിയയിലില്ല. നിനക്ക് എന്താ പറയാൻ പറ്റുന്ന പറയ്.
നല്ല കമ്മലായിണ്ട് ചേച്ചിയുടെ. നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറച്ച് പേര് നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, എന്നോട് കുറെ പേര് ചോദിച്ചു, എന്റെ ഫ്രണ്ട്സ്. ഞാനൊന്നും അവരൊന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലാത്തവരാണ് കൂടുതലും ചോദിച്ചത്. ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവര് ആരും ചോദിച്ചില്ല. എന്തായാലും ഞങ്ങൾ എന്തായാലും വീഡിയോ വീണ്ടും ഇട്ട് ലൈവ് ആവാൻ തീരുമാനിച്ചു. അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഞങ്ങൾ ശരിക്കും വീഡിയോ ഇട്ട് പോണെങ്കിൽ വീഡിയോ നല്ല രീതിയിൽ ഇട്ടുകൊണ്ടിരുന്നതാണല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി പോയി, നിങ്ങളുടെ വീഡിയോ ഒന്നും തന്നെ ഷോർട്സ് ആണെങ്കിലും ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടൊക്കെയാണ്, അതാണ് നമ്മൾ ഇടാന്നേന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ നമ്മളിങ്ങനെ ഓരോ മറവികളാണല്ലോ, കുറച്ചാൾ നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മളെ മറന്നു പോകും. അപ്പൊ നമ്മളെ മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമ്മള് വീണ്ടും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ കാരണം കൊണ്ടാണ് നമ്മള് കൂടുതൽ എന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു ഇടാത്തത്. എനിക്ക് ഒട്ടും തന്നെ, അതായത് ഫസ്റ്റ് ഡെലിവറിയിൽ വലിയ ഇതില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇപ്പൊ എനിക്ക് വന്നു. അപ്പോൾ അതിന്റെ കുറെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പൊ എല്ലാം മാറി നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാണാനായിട്ട് നിറയെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഒരു ചേട്ടന്റെ മീൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ പാടം. വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല, അത്ര രസമാണ്. ഞങ്ങളിപ്പോൾ അതേ വൈകിട്ടായപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ. വിപിൻ ശിവൻ്റെ കൂടെ താഴേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കേണ്ട. അപ്പോൾ ശരി, നമുക്കും പോവാം. അപ്പം നമുക്ക് നടന്നാലോ? അങ്ങ് അറ്റത്തേക്ക് പോവാം. പാടത്തിൻ്റെ അറ്റം അങ്ങോട്ടൊന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കാം. വൈകിട്ടായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം വൈകിട്ട് വന്നാലാണ് രസം ഉണ്ടാവുള്ളൂ. ഉച്ച സമയത്തൊക്കെ ഇപ്പം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മൾ ചുമന്ന് പുറത്തേക്കായിട്ട് ഇറങ്ങിയതാണ്. കാണുന്നുണ്ട് അതിനകത്ത് നിറയെ മീനുകളാണ്. ഇത് കണ്ട മീനുകളുടെ ഒരു വല വീശിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാകര എന്നൊക്കെ പറയില്ലേ, അത് വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോവാം. ഇവിടേക്കാ പിടിച്ചിരുന്ന അതിലറച്ച് അതെന്തില്ലേ വെള്ളം വെറ്റിച്ചാണ്. ബാക്കിയുള്ളടത്തൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. മേളിലേക്ക് കയറി വന്നിട്ടല്ലേ. അപ്പൊ ആ ചേട്ടൻ ഇവിടെ വന്ന് പിടിച്ചൂടെ ചേട്ടൻ? പിടിക്കാൻ പാടില്ല, കോളെടുത്ത് ഒരു വെറ്റിക്കണതാ. അപ്പൊ ഇതിനെ കാക്കരണ്ടാന്ന് ഇവിടെ പറയും. ഞാനൊക്കെ എനിക്കറിയില്ലേ കൃത്യമായിട്ട് അതിനെ. കൊക്കല്ല, ഇത് എരണ്ടകള്. ഇത് വീട്ടുകൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി ഉളാക്കിട്ട് പോയി ചിലപ്പോ ഇവിടെ ഉളാക്കിട്ട് കഴിഞ്ഞാൽ അവിടെ അറ്റത്ത് പോയിട്ട് പൊന്തു പറ്റും. കൊക്കുകൾ ഉണ്ട് ഇവിടെ, പക്ഷെ കൊക്കിനെ പോലെ തന്നെ ഇരിക്കണത്. ഇവിടെ സൂക്ഷിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ നിലത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പടി കുണ്ടും കുഴിയാട്ടാ. രണ്ട് ഭാഗത്ത് ആരതിരെ വീഡിയോ പിടിച്ചിട്ടുള്ളത്. ഏത് പാട്ടാ? ഞാറ്റുവേല കിളിയേ നീ പാട്ടു പാടി വരുമോ. അന്നൊന്നും നമ്മൾ ചാനൽ തുടങ്ങിയിട്ടില്ല. അതെ, ചാനൽ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇത് ഈ കണ്ടങ്ങളൊക്കെ നന്നായിട്ട് വെള്ളഞ്ഞ പാടം പോലെ കിടക്കായിരുന്നു. കുഞ്ഞാ നീ വീഴൂടാ. എന്താ പിന്നെ മത്സരമാണോ അവിടെ കിളികളിലെ? മാറിക്കടി അവർ കിളികളെ കാണട്ടടി അച്ഛൻ വീഡിയോയില്. അവരങ്ങോട്ട് പോയിടാ. ഒരു ലോകം മുഴുവൻ ചുറ്റിന് നടക്കാന്നുണ്ട്. അവർ പറക്കുമ്പോഴേ കുറെ പ്രാണികൾ പൊന്തും. അപ്പൊ അവറ്റങ്ങളെ കലക്കവറ്റങ്ങൾ ദേവനടാ. ഇപ്പൊ ഒരു കൂട്ടം തെറ്റിയില്ലോ. വരുന്നേ ഒരു എന്ത് സ്പീഡിലെ പറക്കണല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 70 കിലോമീറ്റർ ഒക്കെ സ്പീഡിലുണ്ടോ. കണ്ട അസ്തമയ സൂര്യൻ.
അടി ഇതേ സക്കെ സക്കെ കിട്ടി കിട്ടി കിട്ടി. പൊടി നീ ഇതേ പോണവര് ഇവിടെ മേത്തൊന്നും ഇടിക്കോ ഒറ്റ അന്ന വലിക്കലടാ കുഞ്ഞാപ്പിയെ. ദേവനുണ്ട് 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 ദേവനുണ്ട്. ഏ കിട്ടിപ്പോയി 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 കിട്ടിപ്പോയി. എന്താണിത് എന്താണിത് ഇങ്ങോട്ട് അയ്യോ ദേ പോണു അങ്ങ് ദൂരെ. അവരിങ്ങോട്ട് വരും. അവരിങ്ങനെ പറന്ന് 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 നടക്ക. അതാ കിച്ചു ആണ് ആരതി ആ പയ്യൻ. അതല്ല കിച്ചനൊന്നുമല്ല. അച്ഛൻ കൈമ ചവിട്ടല്ലോ കുഞ്ഞാപ്പിയെ. അവിടെ കുഞ്ഞാപ്പിയ ചേട്ടൻ മീമിനെ പിടിക്കപ്പോ നോക്കിക്കോ. എന്നിട്ടാ സാധനം പിടിച്ചേ? ഞാൻ അതിന് മുമ്പ് പിടിച്ചു. ഞാൻ എന്നിട്ട് പറയാ എന്നിട്ട് പറയാ അതിനെ അല്ല മീനല്ല ഈ സാധനം അടിക്കണേനെ ഫ്രോഗ് അടിക്കല്. എന്നിട്ട് ആ ഫ്രോഗാസ്റ്റിങ് ആ സാധനം. മറ്റേതെന്ന് പറയാ ഇപ്പൊ വേറെ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ. ആ ലൂറ് അതന്നെ. ഇതാണ് നമ്മുടെ നാടൻ ബ്രാല്. ചീനി തൊട്ടടി തുടങ്ങി. പയ്യൻ ബ്രാലിനെ പിടിക്കാനായിട്ട് എക്സ്പെർട്ടാണ് കേട്ടോ. വളരെ കവറിനകത്ത് 2-3 ബ്രാലിനെ പിടിച്ച് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. അതെ വെരി എക്സൈറ്റഡ്. ഞാനത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. കറക്റ്റ് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കാരണം വീഡിയോ പിടിച്ചില്ല. എന്തായാലും ബെസ്റ്റ് അടിയായിരുന്നു അത്. ആ വീഡിയോ പിടിച്ചിരുന്നെങ്കിൽ കാണാനുണ്ടായിരുന്നു. പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഓണാക്കിയത്. നോക്കി നടക്കണം കേട്ടോ ആരതി. ആള് അപ്പുറത്ത് വഞ്ചിയിൽ കണ്ടാടിയിൽ പെട്ടിട്ട് കുറച്ച് ബ്രാലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബണ്ടിലേ വഞ്ചിയിൽ കണ്ടാടിയിൽ വിട്ടിട്ട് നോട്ടെ. ജസ്റ്റ് വ്യൂ ഇതിനാണ് വലുതാ വേറെ കിടക്കുന്നത്. അതായത് ബ്രാല ഇത് വാങ്ങിയ ബ്രാലത് ഒരു മുടി സാധനമുള്ള അതൊരു 1/2 കിലോ ഒക്കെ വില ഉണ്ടാവും. 1/2 കിലോ അല്ല ഒരു 3/4 കിലോ ഉണ്ടാവില്ല. ഒരു 750 അവിടെ വിൽക്കോ? ആ വിൽക്കും. അവരൊരു വീഡിയോ കിട്ടും വിചാരിക്കണേ ഞാൻ. പൊരിച്ചു കാണിച്ചെന്ന് ഇവിടെ എവിടെ ആള്? കലക്കി
ഓക്കെ. എന്ത് പറ്റി? പാടത്ത് വന്നപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ തോന്നിയാ? ശിവനിയ സൂപ്പർ വെള്ളം. ഓ തമ്പുരാട്ടി നിക്കണം നിപ്പ് നോക്കിയേ. ഓ എല്ലാം അറിയണ പോലെയാ. ഏതാ? അതൊരു വടി നിക്കണതല്ലേ? ചെറിയ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് ചെളിവെള്ളമായിട്ട് നല്ല വെള്ളാട്ടോ. അവിടെ അങ്ങോട്ട് നോക്കി നല്ല വെള്ളം. അയ്യ വേണ്ട, കൈ കൊറേ കുഞ്ഞു മീനുണ്ട് ഇവിടെ. അപ്പൊ അതേ ഞാൻ ശിവനിക്ക് ശിവനയുടെ കയ്യിൽ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. അച്ഛനെ കാണിച്ചു കൊടുക്കാം. കുഞ്ഞു മീമിനെ കിട്ടി. എൻ്റെ മോന് കുഞ്ഞു മീമിനെ കിട്ടി. കാണിച്ചാട്ട് കച്ചി കാണിച്ചാട്ട്. കൈ തുറക്ക്. യുറേക്ക. നമുക്ക് കൂട്ടാൻ വെച്ചിട്ട് കൊറേ കൂട്ടാൻ വെക്കാം. എന്നിട്ട് കൊറേ നമുക്ക് വറക്കാം കേട്ടാ. ഇതിനെ വറുത്ത് തിന്നോ ശിവനി നീ? നീ തല വെച്ച് വീഴല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. ഞങ്ങൾ പോവാണ്. നേരം സന്ധ്യയായി. അതെ, ഇരുട്ട് വീണ് തുടങ്ങി. അതെ ശിവനി അരി എൻ്റെ മോനോടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ഇപ്പം എന്നെ ഇടിച്ച് തോട്ടിലേക്ക് വീണാനാ. ആരതി അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. ഒരാൾ അങ്ങോട്ട് ഫ്രണ്ടിൽ പോയി. ശിവനി നടന്നു പോയി. നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയോണ്ടേ പാലില് നിറച്ച് ചെളിയായി. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ കുറച്ച് ഇത്തിരി വെള്ളത്തിൽ ഇറങ്ങി വിളിക്കാൻ ചെളിയാവാ. അതല്ല, വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ പിന്നെ തോടാണ് ഇപ്പുറത്ത്. അങ്ങനെ അപ്പൊ ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്. അതെ, പിന്നെ ബെൽ ബട്ടൺ പറയാറില്ല, അത് മിക്കപ്പോഴും മറന്നു പോകും. അല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് ആയിട്ടില്ല നമ്മള്, അതുകൊണ്ടാണ്. അല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബേഴ്സ് കൂടണം നല്ല ആഗ്രഹമുണ്ട്. വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നടക്കുമ്പോഴേ അണയ്ക്കണ്. അപ്പൊ ഓക്കെ, ബൈ.